ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടപ്പോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക്, പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക്, അവര് പരസ്പരം കണ്ടുമുട്ടിയ മണ്ണ് ബംഗാൾ. ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപം നടന്നു. പരസ്പരം വെട്ടിമരിച്ചത് 1.5 ലക്ഷത്തോളം ആളുകൾ. അക്ഷരാർത്ഥത്തിൽ ചോരപ്പുഴ ഒഴുകി ബംഗാളിലൂടെ. സാന്ദർഭികമായി പറയാണ്, ആ ബംഗാൾ 33 കൊല്ലം ഭരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷം. ഞങ്ങളെ വിമർശിക്കുന്നവരും പറയാൻ പറ്റുമോ? ആ കാലത്തിനിടയിൽ ഒറ്റ വർഗീയ കലാപം ഉണ്ടായോ ബംഗാളിന്റെ മണ്ണിൽ? 1.5 ലക്ഷം ആളുകൾ വെട്ടിമരിച്ച ചോര ഉറങ്ങാത്ത ബംഗാൾ. നിങ്ങൾ നോക്ക്, ഞങ്ങൾ തോറ്റു. മമത ഭരിക്കുന്ന ബംഗാൾ ഇന്ന് മത്സരിക്കുക മധ്യപ്രദേശിനോട്, മഹാരാഷ്ട്രയോട്, ഗുജറാത്തിനോട്. എന്തിനാണ്? വർഗീയ കലാപത്തിലെ 4ാം സ്ഥാനത്തിന് വേണ്ടി. കണ്ണ് നഷ്ടപ്പെടുമ്പോഴേ കണ്ണിന്റെ വിലയറിയും. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. എന്റെ ചോദ്യം ഇതാ, ലീഗ് ഉണ്ടല്ലോ നാട്ടില്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ടല്ലോ നാട്ടില്, മതരാഷ്ട്രവാദം, RSS ഹിന്ദു മതരാഷ്ട്രവാദം പറയുമ്പോ ഹുക്കൂമത്തയിലായി മുസ്ലിം മതരാഷ്ട്രവാദം പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. ആ ജമാഅത്ത് ഇസ്ലാമി ഇന്ന് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ്. ഞാൻ ചോദിക്കട്ടെ, മതത്തിന്റെ പേരിൽ രാജ്യമുണ്ടായാൽ ഒരുമിച്ച് നിൽക്കോ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ എന്തേ രണ്ടായി? ഒരേ മതം, ഒരേ വിശ്വാസം, ഒരേ പ്രവാചകനിൽ, ഒരേ പടച്ചവനിൽ വിശ്വസിക്കുന്നവർ എന്തേ രണ്ടായി? കാരണം മതമല്ല. ഇന്ന് ഇന്ത്യയിൽ നരേന്ദ്രമോദി പറയുന്നു എല്ലാവരും ഹിന്ദി പഠിക്കണം. വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നു തമിഴ്നാട്ടിലടക്കം. ബംഗാളിൽ നിന്ന് വിഭജിച്ചു പോയവരാണ് കിഴക്കൻ പാകിസ്ഥാൻ, ഇന്നത്തെ ബംഗ്ലാദേശ്. ജനഗണമന പാടിയ, അത് രചിച്ച മഹാകവി രവീന്ദ്രനാഥിനെ പോലെയുള്ള പ്രഗത്ഭരായ എഴുത്തുകാർ, സാഹിത്യകാരന്മാർ ബംഗാളി ഭാഷയുടെ പ്രത്യേകതയാണ്, ഇന്ത്യക്ക് നൽകിയ സംഭാവനയാണ്. അവരുടെ രാജ്യത്തോട് പറയാണ് നിങ്ങൾ ഉറുദു പഠിക്കണം, അത് ഇസ്ലാമിന്റെ ഭാഷയാണ്. ആ ഭാഷ വേർതിരിവിനെതിരെ, അവഗണനക്കെതിരെ കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി. മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ അവാമി ലീഗ് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിമാനത്തിൽ പറന്നിറങ്ങി. പട്ടാളക്കാര്, പാകിസ്ഥാന്റെ പട്ടാളക്കാർ വെടിവെച്ചു കൊന്നു 10,000. ആരാ വെടിവെക്കുന്നത്? മുസ്ലിമായ പാകിസ്ഥാന്റെ പട്ടാളക്കാർ. ആരാ വെടിയേറ്റ് മരിക്കുന്നത്? കിഴക്കൻ ബംഗാളിലെ മുസ്ലിങ്ങൾ. പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പട്ടാളക്കാര് ആയിരക്കണക്കിന് വീടുകളിലേക്ക് ഇരച്ചു കയറി കൂട്ടമാനഭംഗം ചെയ്തു സ്ത്രീകളെ. ഏത് സ്ത്രീകളെ? മുസ്ലിങ്ങളെ. ആരാ മാനഭംഗപ്പെടുത്തുന്നത്? മുസ്ലിം പട്ടാളക്കാർ. അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ റോൾ എന്താണെന്നറിയോ? ഞാനിപ്പോ നല്ല അങ്ങാടിയിലൂടെ സഖാക്കളുടെ കൂടെ നടന്നു വന്നു. ഈ അങ്ങാടിയിലുള്ളവരെ എനിക്കറിയോ, ലീഗ് ഏതാ, കോൺഗ്രസ് ഏതാ. പക്ഷെ എന്റെ കൂടെയുള്ള സഖാക്കൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയും, ഇയാള് ലീഗാണ്, ഇയാള് കോൺഗ്രസ് ആണ്, ഇയാള് BJP ആണ്. കിഴക്കൻ ബംഗാളിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ പണി എന്താ അറിയോ? പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വന്ന പട്ടാളക്കാർക്ക് കാണിച്ചു കൊടുക്കുക, ഇയാൾ അവാമി ലീഗാണ്, വെടിവെച്ച് കൊന്ന്. ആ വീട് അവാമി ലീഗിന്റെ വീടാണ്. പട്ടാളക്കാരെ രക്ഷ കയറുക, ആ വീട്ടിലുള്ള കൂട്ടമാനഭംഗപ്പെടുക.